തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ഇനി ദിവസങ്ങൾ ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ എ വിജയരാഘവൻ പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണത്തിനായി എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മുൻ LDF കൺവീനർ കൂടിയാണ് വിജയരാഘവൻ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിട്ടുണ്ട്, താൽക്കാലിക ചുമതല വഹിച്ചിട്ടുണ്ട്. മന്ത്രി MB രാജേഷ് അദ്ദേഹത്തിനൊപ്പമുണ്ട്. രാജേഷിനൊപ്പം എത്തിയാണ് വിജയരാഘവൻ. AK ബാലന്റെ സാന്നിധ്യം കാണാം പത്രികാ സമർപ്പണത്തിന് എത്തുന്നത്. PK കൃഷ്ണദാസിനെയും ദൃശ്യങ്ങളിൽ കാണാം. പാലക്കാട്ട് വലിയ രാഷ്ട്രീയ ചൂടാണ്. സിറ്റിംഗ് MP-ക്കെതിരെയാണ് വിജയരാഘവന്റെ മത്സരം. BJP-യുടെ C കൃഷ്ണകുമാറും പാലക്കാട് സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ കളക്ട്രേറ്റിലേക്ക് സ്ഥാനാർത്ഥി പ്രവർത്തകർക്കൊപ്പം നേതാക്കൾക്കൊപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങുകളും വലിയ ആഘോഷമാക്കിയാണ് പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും വളരെ പ്രധാനമാണ്. നേരത്തെ പന്നിൻ രവീന്ദ്രന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. പന്നിൻ രവീന്ദ്രൻ പത്രിക സമർപ്പിച്ചു. അല്പസമയത്തിനകം സമർപ്പിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. 11 മണിയോടുകൂടിയാണ് ഇവർ ഈ ഒരു സമയം തിരഞ്ഞെടുത്തിരിക്കുന്നത് പത്രികാ സമർപ്പണത്തിന്. വലിയ ചൂടിനിടയിലാണ് നേതാക്കൾ പ്രവർത്തകർക്കൊപ്പം സ്ഥാനാർത്ഥികൾക്കൊപ്പം എത്തി സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. പാലക്കാട്ടെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ പന്നിൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി എത്തുന്നു. മുഖ്യ വരണാധികാരി തയ്യാറാണ്. നേതാക്കൾക്കൊപ്പം എത്തിയാണ്. ഘടകകക്ഷി നേതാക്കളും പന്നിൻ രവീന്ദ്രനൊപ്പമുണ്ട്. കാൽനട ജാഥയായി നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് പന്നിൻ രവീന്ദ്രൻ എത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം എത്തുകയും പത്രികാ സമർപ്പണം നടത്തുകയും ചെയ്യും എന്നുള്ളതാണ്. നേരത്തെ കിലോമീറ്ററുകൾ നീണ്ട കാൽനട പ്രചരണ ജാഥ വലിയ ആഘോഷമാക്കിയിരുന്നു LDF പ്രവർത്തകർ എന്നുള്ളതും ഇതിനോട് ചേർത്ത് വായിക്കണം. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ശക്തമായ സാന്നിധ്യമാണ് തിരുവനന്തപുരത്ത്. LDF അതിവേഗം അതിദൂരം അത്തരത്തിലുള്ള മുന്നേറ്റം പ്രചരണ രംഗത്തെങ്കിലും LDF-നുണ്ട് എന്നത് പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം ഇപ്പോൾ പത്രികാ സമർപ്പണമെന്ന വളരെ പ്രധാനപ്പെട്ട സൂക്ഷ്മമായി ചെയ്യേണ്ട കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. വരണാധികാരി സ്ഥാനാർത്ഥിക്കായി കാത്തിരിക്കുകയും ചെയ്യുന്നു. പാലക്കാട്ടെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. A വിജയരാഘവൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഇന്ന് പത്രിക സമർപ്പിക്കുകയാണ്. പാലക്കാട്ട് ദൃശ്യങ്ങളാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. MB രാജേഷ്, PK കൃഷ്ണദാസ് എന്നിവർ കൂടെയുണ്ട്. A വിജയരാഘവൻ പത്രികാ സമർപ്പണത്തിനായി അവിടേക്ക് എത്തിക്കഴിഞ്ഞു. മുഖ്യ വരണാധികാരിക്ക് മുന്നിൽ ഹലോ
പന്നിൻ രവീന്ദ്രൻ പത്രിക സമർപ്പിക്കുന്നു. പാലക്കാട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എ വിജയരാഘവൻ പത്രിക സമർപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. 3 ദിവസം കൂടി മാത്രമാണ് പത്രികാ സമർപ്പണത്തിന്, 2 ദിവസം കൂടി മാത്രമാണ് പത്രികാ സമർപ്പണത്തിന് ബാക്കിയുള്ളത്. സംസ്ഥാനമൊട്ടാകെ സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണത്തിന് തിരക്കിലുമാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് ഇടത് ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ പാലക്കാട്ടെയും തിരുവനന്തപുരത്തെയും പത്രിക സമർപ്പിക്കുന്നതാണ്. ലോകസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും ഊർജ്ജം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൃഢപ്പെടുത്തി പന്നിയൻ ഞാൻ ലോകത്തിലെ അംഗത്വം വഹിക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയെ നിയമമനുസരിച്ച് സാധ്യമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോടും ഞാൻ യഥാർത്ഥമായ വിശ്വാസവും ഊർജ്ജം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൃഢപ്രതിജ്ഞയും ചെയ്യുന്നു. ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് പോലെ പ്രവർത്തകർ, നിരവധി പ്രവർത്തകരുടെ, നേതാക്കളുടെ, മണ്ഡലത്തിൻ്റെ ചുമതലയടക്കം ഉള്ള നേതാക്കളടക്കമുള്ളവരുടെ അകമ്പടിയോടെയാണ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ വരണാധികാരിക്ക് മുന്നിലെത്തി പത്രികാ സമർപ്പണം നടത്തിയത്.
ഇനി 2 ദിവസം കൂടിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലുള്ളത്. 5-ാം തീയതി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള, 4-ാം തീയതി വരെയാണ് എന്ന് മനസ്സിലാകും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. തിരക്കിട്ട പത്രികാ സമർപ്പണ ചടങ്ങുകളിലാണ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം ഏറെ സൂക്ഷ്മതയോടെ കൃത്യമായി തന്നെ ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. അതിൻ്റെ പരിശോധനയടക്കം നടക്കുന്നുണ്ട്. പരിശോധനയ്ക്ക് ശേഷമാകും സൂക്ഷ്മ പരിശോധനയടക്കം നടക്കും. അതിനുശേഷമാണ് പത്രിക സ്വീകരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കുക. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രധാനപ്പെട്ട CPM നേതാക്കൾ, തിരുവനന്തപുരത്ത് CPM നേതാക്കളുടെ സാന്നിധ്യമാണ്. വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, നമുക്കറിയാം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ചൂട്. ആദ്യം പത്രിക സമർപ്പിക്കുന്നത് LDF സ്ഥാനാർത്ഥിയാണ്. വലിയ ആവേശത്തിലായിരുന്നോ പ്രവർത്തകർ പത്രികാ സമർപ്പണ വേളയിൽ? വിനേഷ് കേൾക്കാമോ? വിനേഷിന് കേൾക്കാമെങ്കിൽ മറുപടി. രഞ്ജിത്ത്, അല്പസമയം മുമ്പാണ് വിജയരാഘവൻ, അതായത് LDF സ്ഥാനാർത്ഥിയായ വിജയരാഘവൻ ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്രയ്ക്ക് മുമ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ കൂടെ CPM ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു, അതുപോലെ തന്നെ CPI ജില്ലാ സെക്രട്ടറി സുരേഷ് രാജ്, മന്ത്രി MB രാജേഷ്, NN കൃഷ്ണ, മുതിർന്ന CPM നേതാവ് NN കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു. എന്തായാലും 4-ാം തീയതി വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള ദിവസം. മറ്റുള്ള സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിലായാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. എന്തായാലും പാലക്കാട് ആദ്യമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ആൾ വിജയരാഘവൻ തന്നെയാണ്. നമുക്കറിയാം, ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. ഒരു ത്രികോണ മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായി വിജയരാഘവനും അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MP കൂടിയായ VK ശ്രീകണ്ഠനും ഒപ്പം തന്നെ BJP സ്ഥാനാർത്ഥിയായി C കൃഷ്ണകുമാറും ശക്തമായ മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെയാണ് ഇപ്പോൾ ആദ്യ പത്രികാ സമർപ്പണവുമായി വിജയരാഘവൻ എത്തിയിട്ടുള്ളത്. ഇവിടെ അടുത്തുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യാലയത്തിൽ നിന്ന് കാൽനടയായാണ് അദ്ദേഹം ഇവിടെ എത്തി CPM പ്രവർത്തകർക്കൊപ്പം ഇവിടെ കലക്ട്രേറ്റിൽ എത്തിയിട്ടുള്ളത്. ജില്ലാ ഭരണാധികാരി കൂടിയായ ഡോക്ടർ ചിത്രയാണ് നാമനിർദ്ദേശ പത്രിക ഏറ്റുവാങ്ങിയത്. വിജയരാഘവൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി, പാലക്കാട്ടെ പത്രികാ സമർപ്പണം നടത്തി. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്താണ് സ്ഥാനാർത്ഥി ഉള്ളത്. വലിയ പ്രചരണ പ്രവർത്തനങ്ങളാണ് പാലക്കാട്ട് 3 മുന്നണികളും നടത്തുന്നത്. വിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.